നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഭവം നടക്കുന്നത് കൊൽക്കത്തയിലെ ആർജെക്കാർ മെഡിക്കൽ കോളേജിലാണ്. അവിടെ PG ട്രെയിനി ആയിരുന്ന 31 വയസ്സുകാരി യുവതിക്കുണ്ടായ ഒരു ദുരന്തത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. 2024 ആഗസ്റ്റ് 9 കൽക്കത്തയിലെ ഒരു വീട്ടിൽ നിന്നും 7 മണിക്ക് അമ്മ മകളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകൾ പഠിക്കുന്നത് ആർജെക്കാർ മെഡിക്കൽ കോളേജിലാണ്. അവിടെ PG ട്രെയിനി ആയിട്ടാണ്. നല്ല പഠിക്കുന്ന കുട്ടിയാണ്. 31 വയസ്സായി. ഇനി 1-2 വർഷം കഴിഞ്ഞാൽ ഡോക്ടറാകേണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്, MBBS ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ അമ്മ രാവിലെ മുതൽ വിളിക്കുകയാണ്. പക്ഷേ ഫോൺ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. അച്ഛൻ പറഞ്ഞു അവൾ ഉറങ്ങുകയായിരിക്കാം. അതായത് എന്നാലും 2 ദിവസമായില്ലേ പോയിട്ട്, എന്തോ സംഭവിച്ചു എന്നറിയണമല്ലോ. ഏതായാലും അമ്മ പിന്നെയും വിളിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 9 മണിയാകുമ്പോഴേക്കും ഈ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ആ ഫോൺ കോൾ എടുത്ത അച്ഛൻ പെട്ടെന്ന് തന്നെ അലറിക്കരഞ്ഞുപോയി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ ചെയ്തയാൾ പറഞ്ഞത്, നിങ്ങളുടെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിൽ ഇവിടെ ഹോസ്പിറ്റലാണുള്ളത്, എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പെട്ടെന്ന് തന്നെ ആ അമ്മയോട് പറഞ്ഞു. അങ്ങനെ 2 പേരും കൂടി ചേർന്ന് നേരെ ആർജെക്കാർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ സീനിയർ ഡോക്ടർമാരും എല്ലാവരും ഉണ്ട്, പോലീസുകാരുണ്ട്, അവരൊക്കെയുണ്ട്. അവിടെ ഈ സീനിയർ ഡോക്ടർമാർ വിളിച്ചു പറയുകയാണ് ഈ അച്ഛനോടും അമ്മയോടും, നിങ്ങളുടെ മകളെ ആത്മഹത്യക്കാണ് ശ്രമിച്ചിരിക്കുന്നത്, ആത്മഹത്യ ചെയ്തു, അതായത് മരിച്ചു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ബോഡി നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് എന്നാൽ മറവ് ചെയ്തോളൂ, ഇനിയും വെട്ടിക്കീറണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ അമ്മയെയും അച്ഛനെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്യണ്ട, ഞങ്ങളുടെ ബോഡി ഇങ്ങോട്ട് വിട്ടു തരൂ എന്ന് പറയുമെന്നാണ് ഈ ഡോക്ടർ വിചാരിച്ചത്. പക്ഷേ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യില്ല, എൻ്റെ മകൾക്ക് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല, അവൾക്ക് ഒരു പ്രശ്നവുമില്ല, അവൾ വീട്ടിൽ സന്തോഷവതിയാണ്, അതുമാത്രമല്ല നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതാണ്, സാമ്പത്തികപരമായിട്ടും ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ ഈ ഡോക്ടറോട് അങ്ങ് പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. ഗത്യന്തരമില്ലാതെ ഈ ഡോക്ടറെ അവിടെ നിന്ന് മെല്ലെ പിന്മാറുകയാണ് ചെയ്തത്. പിന്നീട് അച്ഛൻ പറഞ്ഞു, എനിക്കറിയണം, എൻ്റെ മകൾക്ക് എന്താണെന്ന് അറിയണമെന്ന് ഈ അച്ഛൻ പറഞ്ഞതിലൂടെ നമ്മളെല്ലാവരും, അതായത് എനിക്ക് തോന്നുന്നത് ഇന്ത്യ മൊത്തം ഞെട്ടിയ ഒരു വാർത്തയായിരുന്നു പിന്നീട് പുറത്തു വന്നത് എന്നുള്ളതാണ്. അതായത് ആർജെക്കാർ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിലെ ഒരു PG ട്രെയിനിയാണ് ഈ യുവതി. 31 വയസ്സുണ്ട്. അവർ തുടർച്ചയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 മണിക്കൂറോളം ഡ്യൂട്ടി ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് ഒരു ഡോക്ടർ നമ്മളോടൊക്കെ പറയുന്നത് എന്താണ്, നിങ്ങളൊക്കെ കൃത്യസമയത്ത് ഉറങ്ങണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. അങ്ങനെയുള്ള ഒരു ഡോക്ടർ തന്നെ 36 മണിക്കൂർ തുടർച്ചയായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇത്രമാത്രം ഒരു എന്താ പറയേണ്ടത് പീഡനമാണ് അവിടെ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഡോക്ടർ ജോലിയൊക്കെ കഴിഞ്ഞ് ഈ ആഗസ്റ്റ് 9 പുലർച്ചെ 3 മണിക്ക്, അതായത് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് മയങ്ങണം എന്ന് കരുതിയിട്ട് 3-ാം നിലയിലുള്ള ഒരു കോൺഫറൻസ് ഹാളിലേക്ക് പോയതാണ്. അവിടെ മയങ്ങിക്കിടന്നു. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 7 മണിയോട് കൂടിയിട്ട് കൂട്ടുകാർ അവിടെ പോകുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് പൂർണ്ണ നഗ്നയായിട്ട് കിടക്കുന്ന ഈ ഡോക്ടറെയാണ് പിന്നീട് കാണുന്നത്. ഏതായാലും ഡോക്ടർമാരല്ലേ, എല്ലാം ഡോക്ടർമാരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. അവർ പെട്ടെന്ന് തന്നെ പോലീസിലും അതുപോലെ തന്നെ അവിടെയുള്ള മുതിർന്ന ഡോക്ടർമാരെയും വിവരം അറിയിച്ചു. പക്ഷേ അതിലൊരു മുതിർന്ന ഡോക്ടർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 3 മണിക്ക് എന്തിനാണ് ഈ യുവതി അങ്ങോട്ട് പോയത്, അതിൻ്റെ ആവശ്യം എന്തായിരുന്നു, അവിടെ പോയത് കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടായത് എന്നുള്ള തരത്തിൽ അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് ആദ്യം തന്നെ CCTV ആണ് നോക്കിയത്. CCTV നോക്കുമ്പോൾ 2 പേര്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ പോലീസിൻ്റെ ഒരു പ്രതിനിധി അവിടെയുണ്ട്. അത് സിവിലിയൻ തന്നെയാണ്, സിവിലായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിൽ വരുന്നവർക്കൊന്നും എഴുത്തും വായനയും കാര്യമായിട്ട് അറിയില്ല, അതുപോലെ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് അറിയില്ല. 1000-1500 ആൾക്കാർ വരുന്നതാണ് ഒരു ദിവസം. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതുപോലെ തന്നെ 250 മെഡിക്കൽ കോളേജ് സീറ്റുണ്ട്, MBBSൻ്റെ 175 PG സീറ്റുണ്ട്. അങ്ങനെ ഒരു വലിയ മെഡിക്കൽ കോളേജ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി, അതായത് സഞ്ജയ് റായി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കാണിച്ചു കൊടുക്കുക. പക്ഷേ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം ശരിയല്ല.
ഇയാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികളുടെ കയ്യിൽ നിന്നും താരതമ്യേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ കൊൽക്കത്തയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവങ്ങളാണ്, എന്താ പറയേണ്ടത്, ഒരു അറിവും വിദ്യാഭ്യാസവും ഇല്ല, അതുപോലെ തന്നെ പൈസയില്ല, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരാണ്. അവരുടെ കയ്യിൽ നിന്ന് പോലും ഇയാൾ പിടിച്ചു പറിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നു. അന്നത്തെ ദിവസം രാത്രി ഇതുപോലെ ഒരു പേഷ്യൻറ്റിനെയും കൊണ്ട് ഒരാൾ വന്നു. ആ പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം ഇയാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് അവിടെ റൂമുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. അവിടെയുള്ള ഡോക്ടർമാർക്ക് താമസിക്കാൻ റൂമില്ല, പക്ഷേ ഇവന് താമസിക്കാൻ അവിടെ റൂമുണ്ട്. അങ്ങനെ ഇവൻ്റെ റൂമിൽ ആ ഒരു സൈഡിൽ പോയിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ആൾക്കാരും ഇവനും ചേർന്ന് വെള്ളമടിച്ചു. അങ്ങനെ 3 മണിയോട് കൂടിയിട്ട് ഇവനിങ്ങനെ വരുന്നതാണ് CCTVയിൽ കാണുന്നത്. അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു ഇയർഫോണിൻ്റെ ഒരു ഭാഗം, അതായത് ചെവിയിൽ വെക്കുന്ന ഇയർഫോണിൻ്റെ ഒരു ഭാഗം അവിടുന്ന് കിട്ടുകയാണ്. അത് പിന്നീട് ഇവൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോഴേക്ക് കറക്റ്റായിട്ട് വന്നു എന്നാണ് പോലീസ് പറയുന്നത്. അതായത് കൊലപ്പെടുത്തിയത് ഇവൻ തന്നെയാണ്. ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്നവൻ തന്നെയാണ്. അവനൊരു സൈക്കോ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ച് പോയപ്പോഴേ അവൻ 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. ഈ 4 വിവാഹത്തിൽ 3 എണ്ണവും ഒഴിഞ്ഞുപോയതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ പീഡനം സഹിക്കവയ്യാതെ ഒഴിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. എന്നാൽ ഒരാൾ മാത്രം ക്യാൻസർ വന്ന് മരണപ്പെടുകയായിരുന്നു. അങ്ങനെ അയാളുടെ മൊബൈൽ പരിശോധിച്ചപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫോൺ സൈറ്റുകളാണ്, അതായത് ഫോൺ വീഡിയോസാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇയാളാണ് എല്ലാം ചെയ്തത് എന്ന് പോലീസ് അങ്ങ് ഉറപ്പിച്ചു. ഇപ്പോഴും ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തൂക്കിക്കൊല്ലൂ, അതായത് എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കലാണ്. അതായത് ഇയാൾ സമ്മതിച്ചു കഴിഞ്ഞു. എന്നാലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴേ CBIക്ക് വിട്ടിരിക്കുകയാണ് ഈ ഒരു കേസ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാ പരിശോധനയൊക്കെ നടത്തുമ്പോൾ 150 ഗ്രാമോളം സെമൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 1ൽ കൂടുതൽ ആൾക്കാർ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50 ഗ്രാമാണെന്നാണ് പറയുന്നത്. അപ്പോൾ 1ൽ കൂടുതൽ ആൾക്കാർ ഈ സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, പിന്നെ ഞാൻ കണ്ടുപിടിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കിടന്നുറങ്ങുമ്പോഴാണ് ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ കണ്ണട അഴിച്ചു വെച്ചിട്ടാണ് കിടന്നുറങ്ങുക. അപ്പോൾ കണ്ണട അഴിച്ചു വെച്ചിട്ടില്ല, ഈ കണ്ണടയുടെ ഗ്ലാസ് കുത്തിയിട്ട് കണ്ണിൽ കയറിയിട്ടുണ്ട്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഉണർന്നിരിക്കുന്ന സമയത്തായിരുന്നു, അല്ലെങ്കിൽ അവരവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അക്രമം നടന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആരെങ്കിലും അവിടെ കൊണ്ടുപോയതാണോ, ഇനി അവിടെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ തന്നെ ഏതെങ്കിലും സൈക്കോമാരുണ്ടോ? അതുപോലെ ഇയാൾ നല്ല വെള്ളത്തിലായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല വെള്ളത്തിലുള്ള ഒരു മനുഷ്യനെ ചിലപ്പോഴേ ഒന്ന് തള്ളി മാറ്റാനൊക്കെ ഈ ഡോക്ടർക്ക് കഴിയുമായിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇയാൾ ആണോ, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ബലമായ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിലുള്ള 2 or 3 പേർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 or 3 ആൾക്കാർ ഇല്ലാതെ ആ സ്ത്രീയെ ഇതുപോലെ ചെയ്യാൻ കഴിയില്ല. ഒരാളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആവശ്യമെങ്കിൽ, അതായത് ഒരു അക്രമി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് കഴിയുന്നത് വരെ അവിടെ ഇരിക്കും, പിന്നീട് കൊലപ്പെടുത്തും എന്നുള്ളതാണ്. ഇത് അതല്ല ചെയ്തിരിക്കുന്നത്. ഇത് വളരെയധികം പറയാൻ കഴിയില്ല. അതേപോലെ സംഭവങ്ങളാണ് അവരെ ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് അതായത് രാജ്യം മുഴുവൻ ഇതിനു വേണ്ടിയിട്ട്, അതായത് ഈ പ്രതിയെ പിടിക്കണം, അതുപോലെ തന്നെ അന്വേഷിക്കണം, ഇതിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ മുഴുവൻ, അതുപോലെ ഡോക്ടർമാർ മുഴുവൻ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് സമരം നടത്തുകയാണ്. അതുമാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ നിന്നു തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് നാൾ മുന്നേ വന്ദന ദാസ് എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു ഡോക്ടർ നമ്മളെല്ലാം വിട്ടുപോയതാണ്, നമ്മൾ കണ്ടതാണ്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ പിടിച്ചിട്ട് ഒരു ജയിലിലേക്കും അയക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. അതായത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജയിലിലേക്കും അയക്കരുത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വന്ദന ദാസ് എന്ന് പറയുന്ന ആ ഒരു യുവതിയെ, ആ ഒരു ഡോക്ടറെ അവനിപ്പോൾ സുഖമായിട്ട് തിന്നുകുടിച്ച് ജീവിക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാരെയൊന്നും ഒരു ജയിലിലേക്കും അയക്കരുത്. ഇവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അയക്കേണ്ടത് അവിടത്തേക്കാണ് അയക്കേണ്ടത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലെ വൃത്തികെട്ട ഒരു
പിന്നെ സ്ഥലം വേറെയൊന്നുമില്ല അവിടുന്ന്. ഉള്ള കാര്യം പറയുന്നത് എന്താണ്, അതായത് ജീവിത നിലവാരം എന്ന് പറയുന്ന ഒന്നില്ല ഈ ഒരു സ്ഥലം, ഈ ബംഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെ പോയി കഴിഞ്ഞാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ, എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ പല സംസ്ഥാനങ്ങളും ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് ഒരു സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നുണ്ടായിരുന്നു, ഒരു നല്ല രീതിയിലുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കൽക്കത്തയിൽ മാത്രമാണ് ജനങ്ങൾക്ക് ഒരു ഗതിയും പരഗതിയില്ലാത്തത്. ഒരു ഗതിയും പരഗതിയില്ല അവിടെയുള്ളവർക്ക്. അതുപോലെയാണ് അവരുടെ ജീവിതം. ശരിക്കും നരകം തന്നെയാണ്, നരക ജീവിതമാണ് ശരിക്കും അവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് എന്താ പറയേണ്ടത്, ഇത് ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നും പറയുന്നതല്ല, അതിനെപ്പറ്റിയൊക്കെ പറയാൻ കഴിഞ്ഞാൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏതായാലും ആ സഹോദരിക്ക് നീതി കിട്ടണം. ആ സഹോദരിയെ, അതായത് ആ സഹോദരിയെ ആരപമാനിച്ചു കഴിഞ്ഞാലും അവനെ മറ്റേവൻ പറഞ്ഞ ആ ഡോക്ടർ, സീനിയർ ഡോക്ടറെ, അവനെയും കൂടിയിട്ട് നമുക്ക് എന്താ പറയേണ്ടത്, തുറുങ്കിലടക്കണം എന്നാണ് പറയാനുള്ളത്. അതായത് അവൻ ആരാണ്, ഈ 3 മണിക്ക് എന്തിനാണ് ഈ കുട്ടി അങ്ങോട്ട് പോയത് എന്നാണ് അവൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോഴും മറ്റവന് കുഴപ്പമൊന്നുമില്ല, ആ ഒരു പിടിച്ച പ്രതിക്ക് കുഴപ്പമൊന്നുമില്ല. അവനവിടെ റൂമുണ്ട്, അവനവിടെ അർമാദിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നന്ദി, നമസ്കാരം.